Hello everyone, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ലോഗോസ് ഹോപ്പ്, the world's largest floating book fair മസ്കറ്റിൽ വന്നപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. മസ്കറ്റിലെ മത്ര കോർണിഷിൽ അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഒരു ബസ്സിലായിരുന്നു ഞങ്ങളെ പോർട്ട് സുൽത്താൻ ഖാബൂസിന്റെ പാസഞ്ചർ ക്രൂയിസ് ടെർമിനലിലേക്ക് കൊണ്ടുപോയത്. Logos Hope is a non-profit organization. 1973 നോർത്ത് അറ്റ്ലാന്റിക് റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ഒരു കപ്പലായിരുന്നു കേട്ടോ ഇത്. 2004 ജർമ്മൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗുഡ് ബുക്സ് ഫോർ ഓൾ എന്ന ചാരിറ്റി സംഘടന ഏറ്റെടുത്ത് ലോഗോസ് ഹോപ്പ് എന്ന ഷിപ്പാക്കി. അറിവ് പങ്കുവെക്കാനും ചുറ്റുമുള്ളവരെ സഹായിക്കാനും ഇറങ്ങിയ ഒരു പറ്റം വോളണ്ടറി സർവീസ് ചെയ്യുന്ന കൂട്ടരാണ് കേട്ടോ കപ്പലിലെ ക്രൂ മെമ്പേഴ്സ്. ഇവർക്കിത് വെറും ഒരു ബുക്ക് ഫെയർ മാത്രമല്ല, ഓരോ ദേശത്ത് പോകുമ്പോഴും അവിടെയുള്ള ആൾക്കാരുമായി ഇടപെട്ട് അവരുടെ പ്രോബ്ലംസ് അറിഞ്ഞ് ആവശ്യമുള്ള ഹെൽപ്പ് ചെയ്തു കൊടുത്താണ് അവർ മടങ്ങുന്നത്. സാലറി ഇല്ലാതെ മോർ ദാൻ 60 കൺട്രീസിൽ നിന്നും 350 പേരാണ് ഈ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നത്. ഓരോ വോളണ്ടിയേഴ്സും 2 ഇയേഴ്സ് ആണ് സർവീസ് ചെയ്യുന്നത് കേട്ടോ. ഈ ടൈമിൽ അവരുടെ ചെലവിനുള്ള പണം ഇവർ തന്നെ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തണം. നമ്മളെ ഓൺ ബോർഡ് വെൽക്കം ചെയ്യാൻ ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒരു ഷിപ്പിൽ കയറുന്നത്. അപ്പോൾ ഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതിന്റെ ഫുൾ എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. നമുക്ക് ഈ ഷിപ്പിനെ കുറിച്ചും അതിലെ ലൈബ്രറിനെ കുറിച്ചും പിന്നെ എങ്ങനെ നമുക്ക് അവിടെയുള്ള ബുക്സ് വാങ്ങാം എന്നതിനെ കുറിച്ചെല്ലാം ആദ്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു കേട്ടോ അവർ. ലോഗോസ് ഹോപ്പിലെ കറൻസി യൂണിറ്റ്സിലാണ്. 100 യൂണിറ്റ് എന്ന് പറയുന്നത് 1 ഒമാൻ റിയാൽ ആണ് കേട്ടോ. ഇതൊരു പാസഞ്ചർ സ്യൂട്ടിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് കേട്ടോ. ക്യാപ്റ്റന്റെ ക്യാബിനിലുള്ള മൂക്ക് റഡാർ സിസ്റ്റംസും സ്ക്രീനും സ്റ്റിയറിംഗ് വീലും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത ഒരു സിമുലേറ്റർ ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് ലോഗോസ് ഹോപ്പിന്റെയും GBA ഷിപ്സിന്റെയും ഹിസ്റ്ററി ഡെപ്പിക്ട് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ്സ് ഒക്കെയുള്ള ഒരു ഹോൾവേയിലൂടെ നടന്ന് ഞങ്ങൾ ലൈബ്രറിയിൽ എത്തി. എല്ലാ ജോണറിലുള്ള ബുക്സും അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, സയൻസ്, മെഡിസിൻ, ഫിലോസഫി, റിലീജിയൻ, ലാംഗ്വേജ്, സ്പോർട്സ്, റെസിപ്പി ബുക്സ്, ഇങ്ങനെ എല്ലാ ടൈപ്പ് ബുക്സും അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്നപ്പോൾ ഒരു ബുക്ക് ലവേഴ്സ് പാരഡൈസ് ആയിട്ടാണ് തോന്നിയത്. ബുക്സിന്റെ സെക്ഷൻ കഴിഞ്ഞ് ജേർണി ഓഫ് ലൈഫ് എന്ന സ്റ്റോറിയുടെ കഥ പിക്ടോറിയൽ റെപ്രസെന്റേഷനിലൂടെ പറയുന്ന ഒരു ഹോൾവേയിലൂടെ ആയിരുന്നു കേട്ടോ നമ്മൾ പോയത്. ഇവിടെ ഒരു കാഫറ്റീരിയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.